സാധാരണഗതിയിൽ AK സെൻറ്ററിൽ വെച്ച് ഒരിക്കലും കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കാറില്ല. അവർക്ക് അവിടെ വലിയ ഹാളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇന്ദിരാഭവനിൽ പോലും അത്ര വലിയൊരു ഓഡിറ്റോറിയം ഒന്നുമില്ല. അതുപോലെ നേരെ തിരിച്ചും CPM സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPIക്ക് ഒന്നും കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു ഹാൾ വാടകയ്ക്ക് എടുത്ത് പരിപാടി നടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. BJPയുടെ കാട്ടാക്കടയിൽ ഒരു മേഖലാ സമ്മേളനം നടന്നിരിക്കുന്നത്, പഠന ക്യാമ്പൊക്കെ നടന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം നെയ്യാർ ഡാമിലുള്ള രാജീവ് ഗാന്ധി സെൻറ്ററിലാണ്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്. അത് വലിയ രസകരമാണ്. അത് ആരാണിത് കൊടുത്തതെന്നോ എന്താണെന്നോ ഒന്നും ഇപ്പോൾ ആരും ഉത്തരവാദികളില്ല. അല്ല, ഇത് രസകരമായ കാര്യം. ഇത് പണ്ട് രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. ഇപ്പം CPMന് EMS അക്കാഡമി ഉണ്ട്. അവരെ പഠനമൊക്കെ നടത്തുന്ന അവിടെ വെച്ചാണ്. അത് ഗംഭീരമാണ്. അവിടെ എല്ലാ സംവിധാനമുണ്ട്. പിന്നെ AK സെൻറ്ററിൽ തന്നെ അവർക്ക് അവർക്ക് ഈ പഠനവുമായി ബന്ധപ്പെട്ടവർക്ക് ഇഷ്ടം പോലെ ഉടായ്പിനാണ്. മറ്റേ ഇത് ക്യാപ്സ്യൂൾ ഉണ്ടാക്കാനാണെങ്കിൽ പോലും സംവിധാനമുണ്ട് അവർക്ക്. കോൺഗ്രസ്സുകാർക്ക് അതില്ല. പണ്ട് പോലെ ഇവർ ഇത്തരം കാര്യങ്ങൾ മുഖം തിരിഞ്ഞിരിക്കുന്നവരാണെന്നുള്ള പരാതി ഒഴിവാക്കാൻ വേണ്ടിയാണ് രമേശ് ചെന്നിത്തല അവിടെ ഇത്രയും വലിയ സ്ഥാപനം ആരംഭിച്ചത്. ഇത് വലിയൊരു കെട്ടിടമാണ്. ഇത് വലിയ പ്രകൃതി മനോഹരമായ സ്ഥലത്താണ്. നേടാൻ അറിയാമല്ലോ, അവിടുത്തെ ഉള്ള വലിയൊരു കൂറ്റൻ കെട്ടിടമാണ്. അവിടെയാണ് ഈ പരിപാടി തുടങ്ങിയത്. പക്ഷേ അവരവിടെ എന്താണ് ചെയ്യണമെന്നുള്ളത് ഇപ്പോഴും ആർക്കൊരു പിടിയില്ല. പിന്നീട് അറിഞ്ഞത് അവിടെ ഒരു ഹാളുണ്ട്. ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന പൈസ കൊണ്ടാണ്. എനിക്ക് ഒരുപക്ഷെ കല്യാണത്തിന് വാടകയ്ക്ക് കൊടുക്കുമായിരിക്കും. വലിയ ബിൽഡിങ്ങാണ്, വലിയ ഹാളാണ്. ഇതാണ് ഇത് നടത്തിക്കൊണ്ടുള്ളത്. എന്തിനു വേണ്ടി ഇത് തുടങ്ങിയോ ആ ലക്ഷ്യം ഒരിക്കലും പൂർത്തീകരിച്ചിട്ടില്ല. ആ പൈസയ്ക്ക് വേണമെങ്കിൽ അവർക്കൊരു കല്യാണം ഉണ്ടോ അങ്ങനെ വെച്ചിട്ടിരുന്നെങ്കിൽ പിന്നും അത് വിറ്റ് പോകുമായിരുന്നു. ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത് ഈ ഡാമിനോട് ചേർന്നിട്ടാണോ ഇത്? നെയ്യാറിൻ്റെ അടുത്ത് തന്നെ ആ ഒരു ഏരിയയിൽ മനോഹര സ്ഥലമാണ്. വളരെ പ്രകൃതി സുന്ദരമായ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഇതുപോലെ നമുക്ക് ഈ ചരൽക്കുന്ന് ക്യാമ്പ് സെന്റർ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ചരൽക്കുന്ന് പോലെ. ചരൽക്കുന്നിൽ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളും പിളർപ്പുകളും ഒക്കെ കണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ഈറ്റില്ലമാണ് പലതും. കാരണം ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസ് പിളർന്നിട്ടുള്ളതും പുതിയ പാർട്ടികൾ ചരൽക്കുന്നിലാണ്. അപ്പൊ ഈ നെയ്യാർ ഡാമിന്റെ പരിസരത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവര് വേറെ പ്രവർത്തന മാർഗം, വരുമാന മാർഗമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അല്ല, മാത്രം ഇത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബേസിക്കലി. അപ്പോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അവിടെ ലൈബ്രറി സംവിധാനങ്ങളും ബാക്കിയുള്ള വല്ലതും ഉണ്ടോ, പഠനോപകരണങ്ങളുണ്ടോ, ആർക്കെങ്കിലും റിസർച്ച് ചെയ്യാൻ ചെന്നെന്തെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ടോ? ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന് പുറത്തുള്ള ആളൊക്കെ എല്ലാം വരാമല്ലോ. ഗവേഷണ കേന്ദ്രം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രവും ഒക്കെ പഠിക്കാനൊക്കെ വേണമെങ്കിൽ ആളൊക്കെ വരാം. പക്ഷേ അവിടെ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. അതാണ് രസം. അപ്പോൾ ഈ ഹാള് കാണും. ഈ ഹാള് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ആ പൈസ ഉണ്ടെങ്കിൽ നിത്യധാര ചിലവ് നടന്നു പോകുന്നത്. ആ കൂട്ടത്തിൽ പലരും വാടകയ്ക്ക് കൂട്ടത്തിൽ BJPക്കാരും വന്ന് വാടകയ്ക്ക് എടുത്തു. അല്ല, ഇത് വാടകയ്ക്ക് എടുക്കാൻ BJP കാണിച്ച വലിയ മനസ്സ് നമ്മൾ കാണാതെ BJP കൃത്യമായിട്ട് കാശ് കൊടുത്ത ഇത് ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ദീനദയാൽ ഉപാധ്യായ പഠന ശിബിരം എന്നാണ് ഈ പരിപാടിയുടെ പേര് അവിടെ നടന്നത്. അപ്പം ഇത് KPCCയുടെ അധീനതയിലുള്ളതാണ് ഈ രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ. അപ്പോൾ ഇത് ഒരു KPCC ജനറൽ സെക്രട്ടറിക്കാണ് ഇതിൻ്റെ ചുമതല. ഇത് വിവാദമായതോടെ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കോൺഗ്രസ് ആയാലും വലിയ വിശദീകരണം ഒന്നും കാണില്ല. അയാൾ വിശദീകരണം കൊടുക്കും, ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ജീവനക്കാരാണ് ചെയ്തതെന്ന് അങ്ങനെ പറയും. ഇവിടെ സ്ഥിരം വാടക കൊടുക്കുന്ന കൂട്ടത്തിൽ അറിയാതെ ഇതിനും കൊടുത്തതാണെന്നുള്ളൊരു വിശദീകരണത്തിൽ അങ്ങ് അവസാനിക്കും. ഇവിടെ പിന്നെ ഈ നെയ്യാർ ഡാമിൽ വെച്ച് ഇതാകുമ്പോൾ വലിയ ബഹളമൊന്നും പുറത്ത് കേൾക്കാത്തതുകൊണ്ട് ഈ അലോഷ്യസ് സേവ്യർ KSUവിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് കയ്യാങ്കളിയും വാക്കേറ്റും ഒക്കെ കാണുന്നത്. അത് കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലമാണ്. നാട്ടുകാരവിടെ ചെന്ന് കയറില്ലല്ലോ. അതെ. ഇപ്പം KPCC പ്രസിഡന്റാണ് അതിൻ്റെ ചെയർമാൻ. നിലവിൽ അതനുസരിച്ചാണെങ്കിൽ മന്ത്രി സണ്ണി ജോസഫാണ് ഇപ്പോഴത്തെ ചെയർമാൻ. അത് മാത്രമല്ല, എനിക്കൊന്നും ഇത് സർക്കാരിൻ്റെ പരിപാടികൾക്കൊക്കെ വാടകയ്ക്ക് എടുക്കാറുണ്ടായിരിക്കാം. സർക്കാരിൻ്റെ കഴിഞ്ഞ LDF സർക്കാർ 10 വർഷമായിരുന്ന സമയത്താണ് ഇത് നിർമ്മിച്ചത്, ഉദ്ഘാടനം നടത്തി വെക്കാം. അതുകൊണ്ട് LDF സർക്കാർ ഒരിക്കലും കൊടുത്താണില്ല. അവർക്ക് ഉദ്ഘാടനം അങ്ങനെ നടത്തണം ഇഷ്ടംപോലെ. CPMൻ്റെ സെൻറ്റർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതെ, ഇത് എനിക്കൊന്ന് പുതിയതായിട്ട് കോൺഗ്രസ് വന്ന സ്ഥിതിക്ക് ഇനി ഉണ്ടെങ്കിൽ വല്ല സർക്കാരിൻ്റെ ഇറങ്ങൊക്കെ അവിടെ നടത്താം. ഇതിപ്പം കാട്ടാക്കട മണ്ഡലമാണ് അല്ലേ BJPയുടെ കാട്ടാക്കട മണ്ഡലത്തിലോട്ടാണ്. അപ്പൊ ഇന്നലെ ഇത് കഴിയുന്നത് 27-28 ആയിരുന്നു. പഠന ശിബിരമാണ്. അപ്പോൾ അവിടെ താമസിച്ച് റെസിഡൻഷ്യൽ പരിപാടിയായിരിക്കും. താമസവും ഭക്ഷണവും ഒക്കെ ആയിട്ടുള്ള ഇതായിരിക്കും. ഇവരെ സംഘികൾക്കെതിരാണ്. അപ്പോൾ അവിടെ സവർക്കറുടെയും പിന്നെ അതുപോലെ തന്നെ BJP നേതാക്കളുടെയും പിന്നെ RSS സംഘടനകളും ഒക്കെ കാണുമല്ലോ ഇതിനകത്ത് പങ്കെടുക്കും. അവരൊക്കെ പടമൊക്കെ വെച്ചായിരിക്കും അവിടെ നടത്തിയിട്ടുള്ളത്. അല്ലെ, ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ BJPയുടെ ഭരണം തിരുവനന്തപുരം നഗരസഭയിൽ വലിച്ച് താഴെ ഇടാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അതെ, കോൺഗ്രസ്. ആ ശ്രമം പരാജയപ്പെട്ടു എങ്കിൽ പോലും BJP ആണ് അവരുടെ പൊതുശത്രു. കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം ദേശീയ തലത്തിൽ പൊതുശത്രു BJP ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ BJPക്കാർ ഇത് ചെന്ന് എടുത്തത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചെന്ന് ഇത് എടുത്തത് അല്ലേ?
അതിന് സാധ്യത ഉണ്ടല്ലോ. അല്ല മാത്രമല്ല ഇതിലിപ്പോൾ അങ്ങനെ ഇത് ഇപ്പോൾ AK സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത് അറിയപ്പെടുന്നതാണ്, EMS പഠനം എന്നിട്ട് അറിയപ്പെടുന്നതാണ്. ഇങ്ങനെ സാധനങ്ങളായിട്ട് പലർക്കും അറിയില്ല. മാത്രമല്ല ഇത് ഒരു പക്ഷേ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ വേറെ സർക്കാർ സ്ഥാപനമുണ്ട്. അതുപോലെ വല്ലതും തെറ്റിദ്ധരിച്ച് പോയി ചെന്ന് എടുത്താണോന്ന് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇത് പൈസ KPCC-യിലല്ലോ. പൈസ ഈ KPCC-യിൽ ഇതിന്റെ പൈസ അടയ്ക്കാൻ ചെല്ലുമ്പോൾ രസീത് കൊടുക്കുമല്ലോ. എന്തായാലും ഈ പഠനത്തിന് ഈ പഠന ശിബിരത്തിന് ചെലവുണ്ടല്ലോ, അത് കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യണമല്ലോ, അപ്പൊ രസീത് വേണമല്ലോ. മാത്രമല്ല അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ചിലവാരണം അതൊക്കെ ഇവർ തന്നെയാണോ പിന്നെ കൊട്ടേഷൻ കൊടുത്തിരുന്നൊക്കെ അന്വേഷിക്കണമല്ലോ. ഭക്ഷണം, താമസം, ബാക്കി എല്ലാ സൗകര്യങ്ങളും. എനിക്ക് തോന്നുന്നത് ഇതിന് കുറെ കാലമായിട്ട് വരുമാനമൊന്നും ഇല്ല കിടക്കായിരിക്കും. ആരും പരിപാടി നടത്താൻ പറ്റത്തില്ല. കോൺഗ്രസ്സുകാർ പരിപാടി നടത്തിയാൽ പരിപാടി പൈസ കിട്ടുകയല്ലോ. അത് മാത്രമല്ല അവരുടെ സംഭവമല്ലേ, അപ്പോൾ അവർക്ക് കിട്ടുകയില്ല. അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഇതിനകത്തൊരു വിശദീകരണം വരാൻ പോകുന്നത് അത് ഞങ്ങൾ BJPക്ക് അല്ല CPM-നും കൊടുക്കും, ആർക്കായാലും അവിടെ വന്ന് എടുക്കാമെന്നുള്ളൊരു വിശദീകരണമായിരിക്കും. ഞങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാനേ പറ്റുകയുള്ളൂ. എന്താണെങ്കിലും നമ്മൾ പലതരത്തിലുള്ള കോമഡികളും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു വലിയ കോമഡി ഇത് നമ്മളിങ്ങനെ ശ്രീലേഖ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട BJP ആളെല്ലാം പങ്കെടുത്തിട്ടുണ്ട് ഈ പരിപാടി. എല്ലാവരും ഞെട്ടിക്കാനാണ് സാധനം. അവിടെ മുഴുവൻ കോൺഗ്രസിന്റെ ചിത്രമായിരിക്കും എല്ലാ കേരളം മുഴുവൻ. അവിടെ കൊണ്ട് ദീനദയാൽ ഉപാധ്യായ പടം കൊണ്ട് ഇറങ്ങി വെച്ചാണ്. ഇത് പടം അവിടെ നിന്ന് എടുത്തു മാറ്റിയതുള്ളത് ദൈവത്തിന് അറിയാൻ. സാധാരണ CPM-കാർക്കാണ് ഇങ്ങനെ അമളി പറ്റാറുള്ളത്. പക്ഷേ ഇത്തവണ പറ്റിയിരിക്കുന്നത് കോൺഗ്രസിനാണ്. ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയോ, KPCC ഇല്ലിപ്പോൾ. KPCC പ്രസിഡന്റിന് വേറെ ജോലി ഉണ്ടല്ലോ, അതേ മന്ത്രിയാണ്. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് മന്ത്രി, അദ്ദേഹത്തിന് വേറെ ജോലിയുണ്ട്. ബാക്കിയുള്ളവരല്ലേ ഈ ഭരണം കിട്ടിയത് പുതിയ സഹഭാരവാഹികളെല്ലാം മന്ത്രിമാരായി. അതെ, ഈ പുതിയ ഭരണം കിട്ടിയത് പുതിയ കതറുമൊക്കെ തയ്പ്പിച്ച് വീണ്ടും രംഗത്തിറങ്ങി. കാരണം പഴയതെല്ലാം താക്കി വെച്ച ആർക്കും വേണ്ടായിരുന്നല്ലോ. കോൺഗ്രസ്സുകാരെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഇപ്പോൾ ഇത് പുതിയ കതറൊക്കെ തയ്പ്പിച്ച് ഇവർ രംഗത്തിറങ്ങി. ഇവർ പാർട്ടിയിൽ ഇങ്ങനെ സജീവമായി പോലീസ് സ്റ്റേഷനിലൊക്കെ ഡീൽ ചെയ്യാനും ഒക്കെ അതിനുവേണ്ടിയൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും നേരമില്ല. KPCC-ക്ക് പ്രസിഡന്റ് ഉണ്ടേൽ തന്നെ ഇന്നേൽ തന്നെ KPCC എങ്ങനെ കിട്ടി കഴിഞ്ഞു, ഭരണം കിട്ടി. ഇനി KPCC പ്രസിഡന്റ് എന്ത് ബന്ധമായിക്കോട്ടെ. KPCC പ്രസിഡന്റിന് ഒരു മാസത്തിലത്തെ KPCC-ക്ക് സ്ഥിരം പ്രസിഡന്റ് ഇല്ല. മന്ത്രിക്ക് അത്ര ഭാരിച്ചുമലയുണ്ട്. ആ മന്ത്രി ചെന്ന് KPCC ഓഫീസിൽ നാളത്തെ കാര്യം നോക്കാൻ സമയം കിട്ടും. എന്താണെങ്കിലും ഇതിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, ആരാണ് ആ മഹാനുഭാവൻ എന്നുള്ളത്. മാത്രമല്ല ഇത് BJP നടക്കുമ്പോൾ വിശദീകരണം ചോദിക്കും. അവിടെ നിങ്ങൾ എന്തിനാണ് അവിടെ വേറെ കാട്ടാക്കട വേറെ ഹോളൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കും. സ്വാഭാവിക ആളുകളോട് ഹാളുണ്ട്. കാട്ടാക്കട പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെ ഒരുപാട് വലിയ ഹോളുകളൊക്കെ ഉണ്ട്. അവിടെ ഒന്നുമല്ല, എനിക്കൊന്ന് റെസിഡൻഷ്യൽ സൗകര്യം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. ശിബിരമൊക്കെ ആകുമ്പോൾ കിടപ്പാടവും കൂടെ അവിടെ കിട്ടും, ഭക്ഷണം കിട്ടും എന്നുള്ള രീതിയിൽ പോയതായിരിക്കാം. അല്ലാതെ ഹാളിൽ പോയിട്ട് താമസിക്കാൻ പറ്റില്ല. സിനിമയിൽ പറയുന്ന പ്രകൃതി രമണീയ, അതുകൊണ്ടാണ് പ്രകൃതി രമണീയായ സ്ഥലമായതുകൊണ്ടാണ് അത് അവരവിടേക്ക് പോയത്. എന്തായാലും നല്ല രാവിലെ ഒരു വലിയ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ കോമഡി വാർത്തകൾ വരാറുണ്ട്. ഇത് രാവിലെ ഇത് വായിച്ചിട്ട് വളരെ ചിരിച്ച് നമ്മുടെ തോന്നുന്നു ചിലപ്പോൾ അവിടുത്തെ ഓഫീസ് സ്റ്റാഫായി കൊണ്ടാണ് KP ജനറൽ സെക്രട്ടറി ചാർജ് ചെയ്യണം. അയാളൊന്നും അന്വേഷിച്ചിട്ട് പോലും ഇല്ലായിരിക്കും എന്താണ് സംഭവിച്ചത്. ഓഫീസ് സെക്രട്ടറി അവിടുത്തെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പൈസ വാങ്ങിച്ചിട്ട് ഇതങ്ങ് കൊടുത്തു കാണും. ഏതായാലും ഇതൊരു ഭയങ്കര തമാശയായി നമ്മുടെ രാഷ്ട്രീയ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ചിത്രം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.